വർക്ക് ആൻഡ് ടൈമിലെ 4ാമത്തെ ക്ലാസ്സാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ 3 ഭാഗങ്ങൾ കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം 4ാമത്തെ ഭാഗം കാണാൻ ശ്രമിക്കുക. എന്നാൽ ഒരു കണ്ടിന്യൂവേഷൻ ലഭിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മേരി ഒരു ജോലി 20 ദിവസം കൊണ്ടും ദേവി അതേ ജോലി 30 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. അവർ ഒരുമിച്ച് ഒരു ജോലി ചെയ്തു തീർത്തപ്പോൾ 4500 രൂപ കൂലിയായി ലഭിച്ചാൽ മേരിയുടെ വിഹിതം എത്ര? നമ്മൾ മുമ്പ് ചെയ്ത പോലത്തെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടെ ചോദിച്ചത് എന്താണ്? ഇവിടെ മേരി ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ദേവി അതേ ജോലി തന്നെ 30 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ചൊരു ജോലിക്ക് പോവുകയാണ്. അങ്ങനെ ആ ജോലി തീർത്തപ്പം 4500 രൂപയാണ് കൂലിയായിട്ട് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ അതിൽ മേരിയുടെ വിഹിതം എത്ര? ഇത് സാധാരണ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു 2 പേര് കൂടി ജോലിക്കെല്ലാം പോവുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു വൈകുന്നേരം പോയാൽ 2 പേർക്ക് ഒരു 1000 രൂപ അല്ലെങ്കിൽ 1000 രൂപയൊക്കെ കൂലി കിട്ടും. അതിലിപ്പോൾ ഒരാൾക്ക് കഴിവ് കുറഞ്ഞാലും കഴിവ് കൂടിയാലും ഒക്കെ സെയിം പൈസ ആയിരിക്കും, അത് സെയിം രീതിയിലായിരിക്കും വീതിച്ചെടുക്കും അവർ. നമ്മുടെ നാട്ടിലെ വ്യവസ്ഥ എങ്ങനെയാണ്? പക്ഷേ എങ്കിൽ നമ്മൾ ടൈം ആൻഡ് വർക്കിലെ പ്രോബ്ലംസിലേക്ക് വരുമ്പോൾ കഴിവിനനുസരിച്ചിട്ട് മാത്രമേ കൂലി വീതിക്കാൻ പാടുള്ളൂ. ടൈം ആൻഡ് വർക്കിൽ എങ്ങനെയാണ്? കഴിവിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ കൂലി വീതിക്കുന്നത്. അതായത് കഴിവുള്ളവന് കൂടുതൽ പൈസ, കഴിവില്ലാത്തവന് കുറവ് പൈസ എന്ന രീതിയിലാണ് നമ്മൾ ടൈം ആൻഡ് വർക്കിൻ്റെ കേസിൽ കൂലി വീതിക്കുക. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കഴിവ് കണ്ടുപിടിക്കണം. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, ഇനി പറയുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടെ 2 പേരുടെയും ദിവസം, 2 പേരും ആ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ദിവസം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിനൊരു റേഷ്യോ ഉണ്ടല്ലോ, ആ റേഷ്യോയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തെന്ന്? കഴിവിൻ്റെ റേഷ്യോ. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ തന്നിട്ടുള്ള ദിവസം എന്ന് പറയുന്ന ദിവസത്തിൻ്റെ റേഷ്യോ ഏതാണ്? മേരി ഈ ജോലി ചെയ്യാൻ വേണ്ടി 20 ദിവസം എടുക്കും. അതുപോലെ തന്നെ ദേവിയാണെങ്കിൽ ഇതേ ജോലി ചെയ്യാൻ 30. അപ്പം അവരുടെ ദിവസത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 20:30 ആണ്. 20:30 ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ 0 2 സൈഡിൽ നിന്ന് വെട്ടിക്കളയാം. റേഷ്യോ പറയുമ്പോൾ നമുക്ക് വെട്ടാലോ. സോ അപ്പം എന്താ ചെയ്യും? 2:3 ആണ് എന്തെന്ന്? മേരിയുടെയും അതുപോലെ തന്നെ ദേവിയുടെയും ദിവസത്തിൻ്റെ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ കഴിവിൻ്റെ റേഷ്യോ, അതായത് എഫിഷ്യൻസിൻ്റെ റേഷ്യോ എന്തായിരിക്കും? നേരെ തിരിച്ച് 3:2 ആയിരിക്കും. 3:2 ആയിരിക്കും. കാരണം എന്താണ്? നമ്മൾ ഫസ്റ്റ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദിവസവും കഴിവും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. സമയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എഫിഷ്യൻസി എന്നൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി കഴിവിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? പൈസ വീതിക്കാൻ വേണ്ടിയിട്ട്. കഴിവിനനുസരിച്ചിട്ടാണ് പൈസ വീതിക്കേണ്ടത്. സോ അപ്പം മേരീൻ്റെയും അതുപോലെ തന്നെ ദേവീൻ്റെയും കഴിവിൻ്റെ റേഷ്യോ എന്താണ്? 3:2 ആണ്. ഇനി മേരിയുടെ ഷെയർ ആണ് ചോദിച്ചത് വിചാരിച്ചോ. ഇപ്പോൾ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് മേരിയുടെ വിഹിതമാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. മേരിയുടെ ഷെയർ ചോദിച്ചാൽ മേരിയുടെ ഷെയറായ 3, അതായത് കഴിവ്, ഈ കഴിവാണ് നമ്മൾ ഷെയർ ആയിട്ട് പറയുന്നത്. ഈ കഴിവ് ഡിവൈഡ് ബൈ, അതായത് ഈ കഴിവാണ് മേരീൻ്റെ ഷെയർ, അതായത് മേരീൻ്റെ ഷെയർ ഡിവൈഡ് ബൈ ടോട്ടൽ റേഷ്യോ, അതായത് ടോട്ടൽ ഷെയർ. മേരീൻ്റെത് കണ്ടുപിടിക്കണമെങ്കിൽ മേരീൻ്റെ ഷെയർ ഡിവൈഡ് ബൈ ടോട്ടൽ ഷെയർ ഇൻറ്റു കൂലി. അങ്ങനെയാണ് നമ്മൾ മേരീൻ്റെ കണ്ടുപിടിക്കുക. ഇനി ദേവീൻ്റെ കണ്ടുപിടിക്കണമെങ്കിലോ ദേവീൻ്റെ ഷെയർ ഡിവൈഡ് ബൈ ടോട്ടൽ ഷെയർ ഇൻറ്റു കൂലി. ഇവിടെ ഇപ്പോൾ നമുക്ക് മേരീൻ്റെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്ത് വരും? 3/5 ഇൻറ്റു 3 മേരീൻ്റെ ഷെയർ, പിന്നെ 3 2 5, 5 ടോട്ടൽ ഷെയർ ഇൻറ്റു 4500 കൂലി. ഇത് നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളഞ്ഞാൽ 45 9 വരും. ഇനി 9 3 27 2 0 2700 രൂപ എന്ന് കിട്ടും. 2700 രൂപയാണ് എന്തെന്ന്? മേരിയുടെ വിഹിതം. ഇനി ഇതേസമയം ദേവീൻ്റെ ചോദിച്ചിട്ടുണ്ടെങ്കിലോ, ദേവീൻ്റെ ആണെങ്കിൽ എന്ത് വരും? 2/5 ഇൻറ്റു 4500 വരും. ദേവീൻ്റെ ഷെയർ, ടോട്ടൽ ഷെയർ, കൂലി. സോ ഒന്നുകൂടി പറയാം, നമുക്കിവിടെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്തായാലും എന്ത് തരും? മേരി ആ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാനുള്ള ദിവസം തരും. അതുപോലെ തന്നെ ദേവിയും, മേരി അല്ലെങ്കിൽ എക്സ് ആ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാനുള്ള ദിവസം തരും, വൈ ആ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാനുള്ള ദിവസവും തരും. അങ്ങനെയാണ് നമ്മൾ അത് എഴുതി വെക്കുക.
30 അതിൻ്റെ അവരുടെ ടൈം റേഷ്യോ. വെട്ടിക്കളി എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം 2:3. ഇനി കഴിവിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ടൈമും കഴിവും എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. കഴിവും ടൈമും ഇൻവേഴ്സ്. ടൈം കൂടുമ്പം എന്തായും അതായത് ആ ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം കൂടുന്നവർ അയാളുടെ കഴിവ് കുറവാണെന്നല്ല അതിൻ്റെ അർത്ഥം. സോ അപ്പോൾ എന്ത് വരും, ഇത് 2:3 ആണെങ്കിൽ കഴിവിൻ്റെ റേഷ്യോ 3:2 വരും. 3:2. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഇവരുടെ കഴിവ് കിട്ടി. ഈ കഴിവാണ് ഇവരുടെ ഇതിലെ ഷെയർ. കഴിവിനനുസരിച്ചാണ് നമ്മൾ പൈസ കൊടുക്കുമെന്ന് ആദ്യമേ പറഞ്ഞു. അപ്പം കഴിവ് കൂടുതലുള്ളവർക്ക് എന്ത് കിട്ടും, കൂടുതൽ പൈസ കിട്ടും. ഇവിടെ മേരിക്കാണ് കൂടുതൽ കഴിവുള്ളത് അല്ലേ. അപ്പം മേരിയുടെ ഷെയർ എങ്ങനെ വരും, മേരിയുടെ കഴിവ് ഡിവൈഡ് ബൈ ടോട്ടൽ കഴിവ് അല്ലെങ്കിൽ ടോട്ടൽ ഷെയർ 3, 2, 5 ഇൻറ്റു കൂലി. ഇതാണ് മേരിയുടെ ഷെയർ. ഇനി ദേവിയുടെ ഷെയർ ആണെങ്കിൽ 2/5 ഇൻറ്റു 4500. ഈ ഒരു രീതിയിലാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ മുമ്പ് ചെയ്ത സാധാരണ ചെയ്യുന്ന മെത്തേഡ് ഉണ്ടല്ലോ, ആ ഒരു മെത്തേഡിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അതുകൂടി ഒന്ന് പറയാം. മേരി 20 അല്ലേ, മേരിയുടെ ദിവസം മേരി ആ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യണമെന്ന ദിവസം 20 ദിവസം. അതുപോലെ തന്നെ ദേവി ആണെങ്കിൽ 30. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ LCM കണ്ടുപിടിക്കുക. 20ൻ്റെയും 30ൻ്റെയും LCM എന്ത് വരും, 30 പോവില്ല. നെക്സ്റ്റ് മൾട്ടിപ്പിൾ 60 എടുക്കും. 60 ഓക്കെയാണ്. അപ്പം 20 × 3 ആണ് 60, 30 × 2 ആണ് 60. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ മേരീൻ്റെ എഫിഷ്യൻസി കിട്ടി, ദേവീൻ്റെ എഫിഷ്യൻസി കിട്ടി. എങ്ങനെ വന്നാലും നമുക്ക് സെയിം തന്നെയാണ് കിട്ടുക. 3:2 കിട്ടി. 3:2 കിട്ടി. ഇനി 3:2 കിട്ടി നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ ചെയ്ത പോലെ തന്നെ മേരിയുടെ കഴിവ് ഡിവൈഡ് ബൈ ടോട്ടൽ കഴിവ് ഇൻറ്റു എത്ര രൂപയാണോ ആ രൂപ 4500. ദേവിയുടെ ആണെങ്കിൽ 2/5 ഇൻറ്റു 4500. ഈ രണ്ട് മെത്തേഡ്, ഈ രണ്ട് രീതിയിൽ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, ആൻസർ ഒരേപോലെ കിട്ടും. ഏത് മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ ചെയ്തു വന്ന മെത്തേഡ് ഇതാണ്. ഇനി ഇതന്നെയാണ് കൂടുതൽ ഓർമ്മ കിട്ടുന്നതെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്യാം, വലിയ പ്രശ്നമൊന്നുമില്ല. മറ്റേത് നമുക്ക് കുറച്ച് കൂടുതൽ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എക്സും വൈയും ഒറ്റയ്ക്ക് ഒരു ജോലി തീർക്കുന്ന ദിവസങ്ങളുടെ അംശബന്ധം 4:5 ആണ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് അംശബന്ധമായിട്ട് തന്നിട്ടുള്ളത്. അതായത് എക്സും വൈയും ജോലി കംപ്ലീറ്റ് ചെയ്യുന്ന അംശബന്ധത്തിനാണ് 4:5. അതായത് എക്സ് 4 ദിവസം കൊണ്ട് തീർക്കുന്നുണ്ടെങ്കിൽ വൈ 5 ദിവസം കൊണ്ടാണ് ആ ഒരു ജോലി തീർക്കുക. അവർ ഒരുമിച്ച് ജോലി ചെയ്ത് തീർന്നപ്പോൾ അവർക്ക് 3600 രൂപ ലഭിച്ചാൽ എക്സിൻ്റെ വിഹിതം എത്രയാണെന്ന് ചോദ്യം. സോ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് ടൈമിൻ്റെ റേഷ്യോ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം എഫിഷ്യൻസീൻ്റെ, അതായത് കഴിവിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്താൽ മതി, നേരെ തിരിച്ചിട്ടാൽ മതി. അപ്പം ഇത് ടൈമിൻ്റെയാണ്, ഇത് എഫിഷ്യൻസീൻ്റെയാണ്. x/y = എന്ത് വരും, 5:4. സോ നമുക്ക് എന്നിട്ട് എഫിഷ്യൻസീൻ്റെ റേഷ്യോ കിട്ടി. എഫിഷ്യൻസീൻ്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചോദിച്ചത്, എക്സിൻ്റെ വിഹിതമാണ് ചോദിച്ചത്. അപ്പോൾ എക്സിൻ്റെ വിഹിതം കണ്ടുപിടിക്കണമെങ്കിൽ എന്തായത്, എക്സിൻ്റെ ഷെയർ 5 ഡിവൈഡ് ബൈ ടോട്ടൽ ഷെയർ 5 + 4 അല്ല 5 + 4 9 ഇൻറ്റു കൂലി 3600. ഇവിടെ കട്ട് ചെയ്താൽ 4 വരും. 400 × 5 എന്ത് വരും, 2000. അപ്പം 3600-ൽ 2000 രൂപ ആയതാണ് എക്സിൻ്റെത്. ഇനി വൈ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വരും, 4/9 ഇൻറ്റു 3600. ഇത് ചെയ്താൽ നമുക്ക് 1600. 2000 രൂപ എക്സിനും 1600 രൂപ വൈയും. അതാണ് അവരുടെ ഷെയർ വരിക. ഓക്കെ, ഇതെല്ലാം നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡിൽ ചെയ്യാൻ പറ്റും. എക്സ് 4 വൈ 5 LCM എടുക്കുക. 5 വരില്ല, 10 വരില്ല, 15 വരില്ല, 20. 20ആണ് LCM വരിക. 4 × 5 ആണ് 20, 5 × 4 ആണ് 20. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇവിടെ എഫിഷ്യൻസീൻ്റെ റേഷ്യോ കിട്ടി. എഫിഷ്യൻസി റേഷ്യോ കിട്ടിയാൽ പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ 5/5 4 9 ഇൻറ്റു 3600. ഈ ഒരു മെത്തേഡിൽ നമുക്കിത് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയും ബിയും ജോലി ചെയ്ത ദിവസങ്ങളുടെ അംശബന്ധം 3:2 ആണ്. അപ്പം ദിവസങ്ങളുടെ അംശബന്ധം എന്താണ്, എയും ബിയും ജോലി ചെയ്ത ദിവസങ്ങളുടെ അംശബന്ധം 3:2 ആണ്. 2 പേർക്കും കൂടി 1500 രൂപ കൂലി ലഭിച്ചാൽ ബിയുടെ വിഹിതം എത്ര? അപ്പോൾ ആദ്യം എന്തുണ്ടെങ്കിൽ എഫിഷ്യൻസി റേഷ്യോ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാതെ നേരെ തിരിച്ചിട്ടാൽ മതി. A/B എന്ത് വരും, 2:3. ബിൻ്റെ വിഹിതമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ബിൻ്റെ വിഹിതം കാണാൻ വേണ്ടിയിട്ട് ബിൻ്റെ ഷെയർ എത്രയാണ്, 3 ഡിവൈഡ് ബൈ
ടോട്ടൽ ഷെയർ 2ഉം 3ഉം 5 ഇൻറ്റു 1500. 5 15ഉം 3 അല്ലേ, 3 ഇൻറ്റു 3 9. അപ്പോൾ 900 രൂപയാണ് ബിയുടെ ഷെയർ. 900 രൂപയാണ് ബിയുടെ ഷെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാമു, ബാലു, ഉണ്ണി എന്നിവർ ഒറ്റയ്ക്ക് ജോലി തീർക്കുന്ന ദിവസങ്ങളുടെ അംശബന്ധം 1:2:3 ആണ്. അവർ ഒരുമിച്ച് ഒരു ജോലി ചെയ്ത് തീർന്നപ്പോൾ അവർക്ക് 4400 രൂപ ശമ്പളം ലഭിച്ചാൽ ഉണ്ണിക്ക് എത്ര രൂപ ലഭിക്കും? ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ 2 പേരാണെങ്കിലും മാത്രമേ ഈ തിരിച്ചെഴുതിയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്തെങ്ങനെ തിരിച്ചെഴുതി അല്ലെ, എഫിഷ്യൻസി ആകുമ്പോൾ നേരെ തിരിച്ചെഴുതുക. ആ രീതിയിൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. 2 പേരുള്ള കേസിൽ മാത്രമേ ആ ഒരു മെത്തേഡിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും. ഇനി 3 പേരുണ്ടെങ്കിൽ നേരെ പോയി തിരിച്ചെഴുതിയാൽ ആൻസർ തെറ്റും, എല്ലാം തെറ്റിപ്പോവും. അപ്പം 2 പേരാണെങ്കിൽ മാത്രമാണ് തിരിച്ചെഴുതിയിട്ട് നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന മെത്തേഡിൽ ചെയ്യാൻ പറ്റും. 2ൽ കൂടുതൽ പേരുണ്ടെങ്കിൽ തിരിച്ചെഴുതിയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ LCM എടുത്തിട്ട് നമ്മുടെ സ്ഥിരം മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്. 3 ആൾ വരുമ്പോൾ മറ്റൊരു മെത്തേഡ് കൂടി ഉണ്ട്. ഫസ്റ്റ് നമുക്ക് സ്ഥിരമായിട്ട് പറയുന്ന LCM മെത്തേഡിൽ നമുക്കൊന്നും അറിയാം. ആദ്യം രാമു 1, ബാലു 2, അതുപോലെ തന്നെ ഉണ്ണി 3. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, അംശബന്ധം തന്നിട്ടുണ്ട് 1:2:3. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ LCM കണ്ടുപിടിക്കും. LCM കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വലിയ നമ്പർ 3 നോക്കും, 3 ആവില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് മൾട്ടിപ്പിൾ എടുത്താൽ മതി 6. 6ൽ ഓക്കെ ആണ്. അപ്പോൾ 6 ആയിരിക്കും തന്നെ ഇതിൻ്റെ LCM. അങ്ങനെയാണെങ്കിൽ എന്താണ് കണ്ടുപിടിക്കുക, അപ്പോൾ കഴിവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1 × 6 ആണ് 6, 2 × 3 ആണ് 6, 3 × 2 ആണ് 6. അപ്പം 3 പേരുടെയും കഴിവ് നമുക്കിവിടെ ലഭിച്ചു. രാമുവിൻ്റെ കഴിവ് എത്രയാണ്? 6, ബാലുവിൻ്റെ കഴിവ് 3, ഉണ്ണീൻ്റെ കഴിവ് 2. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 പേരുടെയും കഴിവ് ലഭിച്ചു. ഇനി 4400 രൂപയാണ് ശമ്പളം എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഉണ്ണിക്ക് എത്ര രൂപ ലഭിക്കുന്ന കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി എന്താണ്, ഉണ്ണിയുടെ കഴിവ് അഥവാ ഉണ്ണിയുടെ ഷെയർ. ഉണ്ണിയുടെ കഴിവ് അഥവാ ഉണ്ണിയുടെ ഷെയർ എത്രയാണ് ഇവിടെ? ഉണ്ണിയുടെ കഴിവ് 2 ആണ്. ഉണ്ണിയുടെ കഴിവ് 2 ആണ്. അതുപോലെ തന്നെ ടോട്ടൽ കഴിവ് അഥവാ ടോട്ടൽ ഷെയർ 2ഉം 3ഉം 5, 5ഉം 6, 11. അപ്പം ഉണ്ണിയുടെ ഷെയർ ഡിവൈഡ് ബൈ ടോട്ടൽ ഷെയർ ഇൻറ്റു 4400. 14ഉം 44ഉം 4. 4 × 3 12. 0. അപ്പോൾ 1200 രൂപയാണ് എന്തെന്ന് ഇതിൽ. സോറി, ഇവിടെ 2 ആണ്. 2 ഉണ്ണിയുടെ ഷെയർ 2 ആണ്. ഉണ്ണിയുടെ ഷെയർ 2 ആണ്. അപ്പം 4 × 2 8 വരും. 800 രൂപയാണ് ഉണ്ണിയുടെ ഷെയർ 800 രൂപ. കാരണം ഉണ്ണിയുടെ കഴിവ് 2 അല്ലേ ഇവിടെ? ഉണ്ണീൻ്റെ കഴിവ് 2 ആണ്. സോ 2 ബൈ ടോട്ടൽ ഷെയർ. ഉണ്ണിയുടെ കഴിവ് ബൈ ടോട്ടൽ ഷെയർ, അല്ലെങ്കിൽ ഉണ്ണിയുടെ ഷെയർ ബൈ ടോട്ടൽ ഷെയർ. ഈ ചോദിച്ചിട്ടുള്ളത് ഉണ്ണിക്ക് പകരം ബാലുവിൻ്റെ ഷെയർ ആണെങ്കിൽ 3/11 × 4400 എന്ന് വരും. അതുപോലെ തന്നെ രാമുവിൻ്റെ ആണെങ്കിൽ 6/11 × 4400 എന്ന് വരും. ഓക്കെ, 3 പേരുടെ തന്നാണെങ്കിൽ നമുക്ക് 2 രീതി ചെയ്യാൻ പറ്റും. ഒന്നാമത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന മെത്തേഡാണ്. ആദ്യം 3 പേരുടെയും ടൈം നമ്മൾ എഴുതുക. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കും. അത് വെച്ചിട്ട് അവരുടെ 3 പേരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കും. ആ എഫിഷ്യൻസിയാണ് നമ്മളിവിടെ ഷെയർ ആയിട്ട് പറയാം. കഴിവാണ് ഷെയർ. എന്നിട്ട് നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത് വെച്ചാൽ അവരെ കഴിവ് ഡിവൈഡ് ബൈ ടോട്ടൽ കഴിവ് ഇൻറ്റു എത്ര എമൗണ്ടാണ് അത്ര എമൗണ്ട്. ഇതാണ് ഒരു മെത്തേഡ്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് വേറൊരു മെത്തേഡിൽ കൂടി ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം. 2 മെത്തേഡായാലും കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി തന്നു. രാമു, അതുപോലെ തന്നെ ബാലു, ഉണ്ണി, ഇവരുടെ 3 പേരുടെയും എന്ത് കണ്ടിട്ടുണ്ട് നമുക്കിവിടെ? ടൈം കണ്ടിട്ടുണ്ട്. ടൈമിൻ്റെ റേഷ്യോ കണ്ടിട്ടുണ്ട് 1:2:3, 1:2:3. ഇനി നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പം ഇവിടെ രാമുവിൻ്റെ എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ബാക്കിയുള്ള 2 രാമുവിൻ്റെത് പൊത്തിപ്പിടിക്കുക. രാമുവിൻ്റെ ടൈം റേഷ്യോ അവിടെ പൊത്തിപ്പിടിക്കുക. ബാക്കി 2ഉം എടുക്കുക. അപ്പോൾ 1 എന്നുള്ള സാധനം നമ്മൾ മറക്കുക. ബാക്കി 2ഉം തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ. അപ്പോൾ രാമുവിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 × 3 6. മനസ്സിലായി? 1, 2, 3 എന്നുള്ളതിൽ രാമുവിൻ്റെ എഫിഷ്യൻസി
നമ്മൾ മറക്കുക. രാമുവിൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ രാമുവിൻ്റെ എഫിഷ്യൻസി നമ്മൾ മറക്കുക, ബാക്കി രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ബാലുവിൻ്റെയാണ് കണ്ടുപിടിക്കണമെങ്കിലോ, ബാലുവിൻ്റെ എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കണമെങ്കിൽ ബാലുവിൻ്റെ രണ്ട് നമ്മൾ പൊത്തിപ്പിടിക്കുക, ബാക്കി രണ്ട് തമ്മിൽ മൾട്ടിപ്ലൈ, അതായത് 1 × 3 ഇനി ഉണ്ണീൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ എന്തെടുക്കണം? ഉണ്ണീൻ്റെ എഫിഷ്യൻസി ആണെങ്കിൽ ഉണ്ണീൻ്റെ പൊത്തിപ്പിടിക്കുക 3 പൊത്തിപ്പിടിക്കുക, ബാക്കി രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക 1 × 2 2 വരും. സോ നമുക്ക് സെയിം എഫിഷ്യൻസി റേഷ്യോ തന്നെ കിട്ടും. എന്ത് വരും? 6:3:2 6:3:2. നേരത്തെ നമ്മൾ ചെയ്തപ്പോഴും 6:3:2 കിട്ടിയത്. ഇപ്പോഴും നമുക്ക് 6:3:2 കിട്ടും. പക്ഷെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഡയറക്റ്റ് തിരിച്ചിടാൻ പറ്റില്ല. ഇവിടെ എന്ത് ചെയ്യണം? ആരുടെ എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്, അവരുടെ ആ ഒരു ടൈം പൊത്തിപ്പിടിക്കുക, ബാക്കി രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ആ രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റും. എഫിഷ്യൻസി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരുടെയാണ് കണ്ടുപിടിക്കേണ്ടത്, ആരുടെ പൈസയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ അവരുടെ ഷെയർ, അതായത് അവരുടെ കഴിവ് ബൈ ടോട്ടൽ ഷെയർ, അഥവാ ടോട്ടൽ കഴിവ് ഇൻറ്റു എത്ര രൂപയാണോ അത്ര രൂപ. ഇപ്പം നമ്മൾ പറഞ്ഞ മോഡൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല, ഞാൻ ജസ്റ്റ് പറയാം. എ അതുപോലെ തന്നെ ബി സി ഇവർ 3 പേര് ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം 3 പേര് ഒറ്റക്ക് ജോലി ചെയ്ത് തീർക്കുന്ന ദിവസങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് 2:3:5 2:3:5. അവർ ഒരുമിച്ച് ഒരു ജോലി ചെയ്തു തീർന്നപ്പോൾ അവർക്ക് 620 രൂപ കൂലി ലഭിച്ചു. 620 രൂപ കൂലി ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ബിയുടെ വിഹിതം എത്ര? നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ എയും ബിയും സിയും ഒറ്റയ്ക്ക് ജോലി ചെയ്തെടുക്കുന്ന ദിവസങ്ങളുടെ അംശബന്ധം നമുക്ക് 2:3:5 തന്നിട്ടുണ്ട്. ഒരുമിച്ച് ഒരു ജോലി ചെയ്ത് തീർന്നപ്പോൾ അവർക്ക് ലഭിച്ച ടോട്ടൽ കൂലി നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ബിയുടെ ഷെയർ എത്രയാണ് ചോദ്യം. സോ നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന മെത്തേഡ് പറയാം. എ 2, ബി 3, സി 5. LCM എടുത്താൽ എന്ത് വരും? 5 പിന്നെ 10 വരും. 10 നടക്കില്ല. 15 ആവില്ല. 20 ആവില്ല. 25 30 LCM വരിക. 30 2 × 15 ആണ് 30. 3 × 10 ആണ് 30. 5 × 6 ആണ് 30. സോ എന്ത് വരും? 15:10:6 ആണ് എന്തെന്ന് ടോട്ടൽ എഫിഷ്യൻസി വരുന്നത്. ടോട്ടൽ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 15:10:6. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ബിയുടെ വിഹിതമാണ്. അപ്പം ബിയുടെ എഫിഷ്യൻസി അഥവാ ബിയുടെ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. 10 ഡിവൈഡ് ബൈ ടോട്ടൽ ഷെയർ അഥവാ ടോട്ടൽ എഫിഷ്യൻസി 15 + 10 25 25 6 31 ഇൻറ്റു ഇവരുടെ കൂലിയുടെ വിഹിതം 31 × 2 ആണ് 62. അതുപോലെ തന്നെ 10 × 2 20. അപ്പം എത്ര വരും? 200 രൂപയാണ് എന്തെന്ന് ഇവിടെ ബിയുടെ കൂലിയുടെ വിഹിതം. ഇനി രണ്ടാമത്തെ മെത്തേഡ് പറയാം. ആദ്യം എയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എയുടെ റേഷ്യോ പൊത്തിപ്പിടിക്കുക. ബാക്കി 2 3 × 5 3 × 5 എത്രയാണ്? 15. ഇനി ബിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബിയുടെ പൊത്തിപ്പിടിക്കുക, ബാക്കി 2 മൾട്ടിപ്ലൈ 2 × 5 10. സിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി സിയുടെ പൊത്തിപ്പിടിക്കുക, ബാക്കി 2 മൾട്ടിപ്ലൈ 2 × 3 6. സോ അപ്പം എന്ത് കിട്ടും? 15:10:6 സെയിം തന്നെ കിട്ടും. ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കുക? ഇനി കൂലി കണ്ടുപിടിക്കണമെങ്കിൽ ബിയുടെ കൂലിയാണെങ്കിൽ ബിൻ്റെ റേഷ്യോ ബിൻ്റെ എഫിഷ്യൻസി അതായത് ബിൻ്റെ ഷെയർ ഡിവൈഡ് ബൈ ടോട്ടൽ ഷെയർ 31 × 620. ഇനി എയുടെ ഷെയറായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 15/31 × 620 വരും. സി ഡി ആണെങ്കിൽ 6/31 × 620. അവ 2 രീതിയിൽ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിച്ചാലും ശരിയാണ്. നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും ഇഷ്ടമുള്ള മെത്തേഡിലാണ് ചെയ്യാം. 2 മെത്തേഡായാൽ നമുക്ക് സ്പീഡിൽ തന്നെ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ആൻഡ് ടൈമിൽ ഒരു ഡിഗ്രി ലെവലിലും ഡിഗ്രി പ്രിലിംസിനും ഒക്കെ മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. വളരെ ശ്രദ്ധിക്കണം. ഇതിന് നമ്മൾ ആൻഡ് കണ്ടീഷൻ എന്ന് പറയും. ആൻഡ് കണ്ടീഷൻ. നമ്മൾ ഓർ കണ്ടീഷൻ നമ്മൾ 2ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർ കണ്ടീഷൻ ആ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ആൻഡ് കണ്ടീഷൻ കൂടി നമുക്കിനി പഠിക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു.
ശ്രദ്ധിക്കുക, ചോദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ആദ്യം 4 പുരുഷന്മാരും 6 സ്ത്രീകളും ചേർന്ന് ഒരു ജോലി 8 ദിവസം കൊണ്ട് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കണം, ഓറിലാണെങ്കിൽ നമ്മൾ പറഞ്ഞത് 4 പുരുഷന്മാരോ അല്ലെങ്കിൽ 5 കുട്ടികളോ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, 4 പുരുഷന്മാരും 6 സ്ത്രീകളും, അതായത് 6 മെൻ ആൻഡ് വുമൺ എന്നാണ് വരിക. മെൻ ആൻഡ് വുമൺ എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ വരിക. അതാണ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. 4 പുരുഷന്മാരും അവരുടെ കൂടെ തന്നെയാണ് 6 സ്ത്രീകളും കൂടി ചേർന്നിട്ടാണ് ഇതെന്ന് ഒരു ജോലി 8 ദിവസം കൊണ്ട് ചെയ്യും എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ എന്താ പറഞ്ഞത്? 3 പുരുഷന്മാരും 7 സ്ത്രീകളും ചേർന്ന് ആ ജോലി 10 ദിവസം കൊണ്ട് ചെയ്യും. അപ്പം 4 പുരുഷന്മാരും 6 സ്ത്രീകളും ചേർന്നിട്ട് ഒരു ജോലി 8 ദിവസം കൊണ്ട് ചെയ്യും. അതേപോലെ തന്നെ 3 പുരുഷന്മാരും 7 സ്ത്രീകളും ചേർന്നിട്ട് എന്ത് ചെയ്യും? അതേ ജോലി തന്നെ 10 ദിവസം കൊണ്ട് ചെയ്യും. എങ്കിൽ 10 സ്ത്രീകൾ ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് 10 സ്ത്രീകൾ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നാണ്. അപ്പം സമയമാണ് നമുക്ക് ഇവിടെയും കണ്ടുപിടിക്കേണ്ടത്. സമയം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ജോലി ബൈ കഴിവാണ്, അല്ലേ? ജോലി ബൈ കഴിവാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ജോലി ബൈ കഴിവാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഈ ഒരു സമയം കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ ഡാറ്റ നമുക്ക് ആവശ്യമാണ്? ഒന്ന്, ജോലി വേണം, ടോട്ടൽ ജോലി വേണം. രണ്ടാമത് കഴിവ് വേണം. ആരെ കഴിവ്? ഈ 10 സ്ത്രീകളുടെ കഴിവ്. ഈ 2 ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ? 10 സ്ത്രീകൾ ചേർന്ന് ആ ജോലി എത്ര സമയം കൊണ്ട് ചെയ്ത് തീർക്കും എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ആൻഡ് കണ്ടീഷൻ പ്രോബ്ലം ആണെങ്കിൽ, അതായത് നമ്മൾ ഓർ കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞ എന്താണ്? 4 പുരുഷന്മാരോ അല്ലെങ്കിൽ 6 സ്ത്രീകളോ എന്നാണ് അവിടെ. ആ ഒരു രീതിയിലാണ് ഓർ കണ്ടീഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ഇവിടെയാണെങ്കിൽ 4 പുരുഷന്മാരും 6 സ്ത്രീകളും ആ രീതിയിലാണ് പറയുന്നത്, അല്ലേ? അതായത് 4 men and 6 women എന്നാണ് പറയുന്നത്. അതായത് ആൻഡ് കണ്ടീഷൻ വരുന്ന ക്വസ്റ്റ്യൻസിലാണെങ്കിൽ 3 കണ്ടീഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. 3 കണ്ടീഷൻ തരും. ഇവിടെ ഒരു കണ്ടീഷൻ എന്താണ്? 4 പുരുഷന്മാരും 6 സ്ത്രീകളും ചേർന്ന ഒരു സമയം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് 3 പുരുഷന്മാരും 7 സ്ത്രീകളും ചേർന്ന ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റുള്ളത്? 10 സ്ത്രീകൾ. അങ്ങനെ 3 ടൈപ്പ് കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. അതിൽ മൂന്നാമത്തെ കണ്ടീഷൻ ആയിരിക്കും എന്തെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്കിത് മെല്ലെ സോൾവ് ചെയ്യുന്നതിലേക്ക് കടക്കാം. നമ്മളെ കണ്ടീഷൻ, ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? 4 പുരുഷന്മാരും 6 സ്ത്രീകളും ചേർന്നിട്ട് ഒരു ജോലി 8 ദിവസം കൊണ്ട് ചെയ്യും. 4 പുരുഷന്മാരും 6 സ്ത്രീകളും കൂടി ഒരു ജോലി 8 ദിവസം കൊണ്ട് ചെയ്യും. ഇതാണ് നമ്മളെ കണ്ടീഷൻ നമ്പർ 1. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 3 പുരുഷന്മാരും 7 സ്ത്രീകളും ചേർന്ന് അതേ ജോലി 10 ദിവസം കൊണ്ട് ചെയ്യും. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10 സ്ത്രീകൾ ഇത് എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നാണ്. ഇതാണ് നമ്മളെ മൂന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് 2 ഇക്വേഷനും കൂടെ ഇക്വേറ്റ് ചെയ്തിട്ട് ഈ 2 കണ്ടീഷൻ 1ഉം 2ഉം കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും കഴിവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കുക. 4 men + 6 women ഇൻറ്റു ഹോൾ ഇൻറ്റു 8 എഴുതണം. കാരണം 8 ദിവസത്തേക്കാണ് അവർ ജോലി ചെയ്യുന്നത്. അതേസമയം രണ്ടാമത്തെ കണ്ടീഷൻ 3 men 7 women ഇൻറ്റു 10. കാരണം 10 ദിവസം, അല്ലേ? 10 ദിവസം ആയതുകൊണ്ടാണ് 10 × 10 എന്ന് എഴുതുന്നത്. ഇനി ഈ 2 ഇക്വേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇക്വേറ്റ് ചെയ്യണം. 2 കണ്ടീഷനും കൂടെ ഇക്വേറ്റ് ചെയ്യണം. അപ്പം 4 men + 6 women, 4 പുരുഷന്മാരും 6 സ്ത്രീകളും ഇൻറ്റു 8 അവർ ചെയ്യുന്ന ടോട്ടൽ വർക്കാണിത്. ഈക്വൽ ടു 3 പുരുഷന്മാരും 7 സ്ത്രീകളും ഇൻറ്റു 10 ദിവസം വർക്ക് ചെയ്യുന്നു ഇൻറ്റു 10. ഇനി ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് വെച്ചാൽ എപ്പോഴും എന്താണ്? ജോലി എപ്പോഴും സെയിം ആയിരിക്കും. ഇനി ആര് എങ്ങനെ വന്ന് ചെയ്താലും ജോലി എന്ന് പറയുന്ന സാധനം എപ്പോഴും എന്താണ്? സെയിം ആണ്. ഇങ്ങനെ ഈ 2 പേരെടുക്കുന്ന ജോലി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ 2 കണ്ടീഷനും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നത്.
ഇനി നമ്മൾ ഇതിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8 × 4 32 പ്ലസ് 6 × 8 48. ഇനി നമ്മൾ രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുമ്പം ഈ ഒരു നമ്മൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ ഇവിടെയും ഇത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്തായി? 8 × 4 32. 32 മെൻ, 32 പുരുഷന്മാരും 6 × 8 48 വരും. ഇനി ഇവിടെയാണെങ്കിൽ 10 × 3 30 പ്ലസ് 10 × 7 70. ഇനി നമുക്ക് ഈ മെൻ ഉള്ളത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, അതുപോലെ തന്നെ വുമൺ ഉള്ളത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ 32 എം മൈനസ് 30 എം വരും. ഇവിടെയാണെങ്കിൽ 70 ഡബ്ല്യു മൈനസ് 48 ഡബ്ല്യു. സോ എന്ത് വരും? 2 മെൻ ഈക്വൽ ടു എന്ത് വരും? 22 വുമൺ വരും. ഇവിടെ നമുക്ക് വെട്ടിക്കളയും. 2ഉം 22 വെട്ടിയാൽ എന്ത് വരും? 11. അപ്പോൾ എന്ത് വരും? മെൻ ബൈ വുമൺ. മെൻ ബൈ വുമൺ ഈക്വൽ ടു എന്ത് വരും? 11:1 അല്ലേ? ഇത് ഇങ്ങോട്ട് എടുത്താൽ മെൻ ബൈ വുമൺ ഈക്വൽ ടു 11/1 എന്ന് വരും. അതായത് മെന്നിൻ്റെയും വുമണിൻ്റെയും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 11:1. മെന്നിൻ്റെ കഴിവാണിത്. മെന്നിൻ്റെ കഴിവാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. മെന്നിൻ്റെ കഴിവ് എത്രയാണ്? 11. അതായത് മെൻ ഒരു ദിവസം 11 ജോലി ചെയ്തു തീർക്കും. അതേസമയം വുമൺ ആണെങ്കിൽ ഒരു ദിവസം ഒരു ജോലിയാണ് ചെയ്തു തീർക്കുക. ഇത് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള കഴിവിൻ്റെ റേഷ്യോ ആണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ അപ്പോൾ എന്താണ്? മെന്നിൻ്റെ കഴിവ് 11ഉം വുമണിൻ്റെ കഴിവ് 1ഉമാണ്. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ആദ്യം ജോലി കണ്ടുപിടിക്കണം. ടോട്ടൽ ജോലി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം പറഞ്ഞ 2 കണ്ടീഷൻ ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യും. മെന്നിൻ്റെ കഴിവും വുമണിൻ്റെ കഴിവും തമ്മിൽ അപ്ലൈ ചെയ്യും. ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. 4 men പ്ലസ് 6 women ഇൻറ്റു 8 ഈക്വൽ എന്താണ്? വർക്കാണ്. ഇതാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വർക്കാണ് കിട്ടുക. 4 × 11 മെന്നിൻ്റെ എഫിഷ്യൻസി 11 പ്ലസ് 6 × 1 വുമണിൻ്റെ എഫിഷ്യൻസി 1. ഇവിടെ വുമണിൻ്റെ ഡബ്ല്യൂക്ക് പകരം 1 കൊടുക്കും, എമ്മിന് പകരം 11 കൊടുക്കും. അതായത് എമ്മിന് പകരം മെന്നിൻ്റെ എഫിഷ്യൻസി, വുമണിന് പകരം വുമണിൻ്റെ എഫിഷ്യൻസിയും കൊടുത്താൽ എന്തായി? ഇൻറ്റു 8 എഴുതണം. ഇത് മറക്കരുത്. 8 മറന്നാൽ പിന്നെ ഫുള്ള് തെറ്റും. 4 × 11 44 പ്ലസ് 6 × 1 6 ഇൻറ്റു 8. അപ്പം 50 × 8. 50 × 8 എത്ര വരും? 400. 400 നമ്മളെ ടോട്ടൽ വർക്ക്. 400 ടോട്ടൽ വർക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ടോട്ടൽ വർക്ക്, ജോലി എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഒരു വുമണിൻ്റെ കഴിവത്തിലാണ്. ഒരു വുമണിൻ്റെ കഴിവത്തിലാണ്. ഒരു വുമണിൻ്റെ കഴിവ് 1ആണ്. അങ്ങനെയാണെങ്കിൽ 11 വുമണിൻ്റെ കഴിവത്തിലായിരിക്കും. 11 × 1 11 ആയിരിക്കും. അപ്പോൾ ഒരു വുമണിൻ്റെ കഴിവ് 1ആണ്. അങ്ങനെയാണെങ്കിൽ 11 വുമണിൻ്റെ കഴിവത്തിലാണ് 11ആണ്. സോറി 11 അല്ല 10 അല്ലേ? നമുക്ക് 10 വുമണിൻ്റെ കാര്യമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 10 വുമണിൻ്റെ കഴിവ് എന്തായിരിക്കും? 10 ആയിരിക്കും. 10 വുമണിൻ്റെ കഴിവത്തിലായിരിക്കും 10 വുമണിൻ്റെ കഴിവ് 10 ആയിരിക്കും. ഇപ്പോൾ 10 സ്ത്രീകൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. 10 സ്ത്രീകൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 10 സ്ത്രീകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞു ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ആ 10 വുമണിൻ്റെ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് നമ്മളിവിടെ കണ്ടുപിടിച്ചു 400. അപ്പോൾ 10 വുമണിൻ്റെ സമയം, 10 വുമൺ എടുക്കുന്ന സമയം കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ വർക്ക് അല്ലേ? ടോട്ടൽ വർക്ക് ബൈ 10 പേരുടെ എഫിഷ്യൻസിയാണ്. ടോട്ടൽ വർക്ക് 400 ടോട്ടൽ വർക്ക് 400 എഫിഷ്യൻസി എത്രയാണ്? 10 പേരുടെ 10 അപ്പം 400/10 എന്ത് വരും? 40. അപ്പോൾ 10 പേര് 10 സ്ത്രീകൾ ഈ ഒരു ജോലി ചെയ്തെടുക്കണമെങ്കിൽ 40 ദിവസം ആവശ്യമാണ്. ഒന്നുകൂടി പറയാം, എന്നാലേ കുറച്ചുകൂടി ക്ലിയർ ആവും. കുറച്ച് ലെങ്തിയാണിത്. സിമ്പിളാണ്, പക്ഷെ കുറച്ച് ലെങ്തിയാണ്. 4 പുരുഷന്മാരും 6 സ്ത്രീകളും ചേർന്ന് ഒരു ജോലി 8 ദിവസം കൊണ്ട് ചെയ്യും. അത് നമ്മൾ ആദ്യം ഒരു കണ്ടീഷൻ പോലെ എഴുതി വെക്കുക. 4 മെൻ 6 വുമൺ ഒരു ജോലി 8 ദിവസം കൊണ്ട് ചെയ്യും ഇൻറ്റു 8. ഇതാണ് എന്തെന്ന് നമ്മളെ ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ 3 പുരുഷന്മാരും 3 men 7
വുമൺ അല്ലേ, 3 പുരുഷന്മാരും 7 സ്ത്രീകളും ചേർന്ന് അതേ ജോലി തന്നെ 10 ദിവസം കൊണ്ട് ചെയ്യും. ഇതാണ് നമ്മളെ രണ്ടാമത്തെ കണ്ടീഷൻ. എങ്കിൽ 10 സ്ത്രീകൾ ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഇവിടെയാണ് നമുക്കിത് കണ്ടുപിടിക്കേണ്ടത്. ചെറിയൊരു ഡൗട്ട് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടത് ഇക്വേറ്റ് ചെയ്യുന്ന ഓൾറെഡി പറഞ്ഞു. ഇതെന്താണ് കാരണം, രണ്ടും എന്താണ്, ഇതും വർക്കാണ്, ഇതും ഈ ഇക്വേഷനിലും എന്താ ഉദ്ദേശിക്കുന്നത്, ഇത് ഈക്വൽ ടു വർക്കാണ്, ഇത് ഈക്വൽ ടു വർക്കാണ്, ഇത് ഈക്വൽ ടു വർക്കാണ്. അപ്പോൾ ടോട്ടൽ വർക്ക് ഒരിക്കലും ചേഞ്ച് ആവില്ല. ആ ഒരു ജോലി എപ്പോഴും ഞാൻ ചെയ്താലും വേറെ ഇപ്പം നിങ്ങൾ ചെയ്താലും വേറെ ആര് വന്ന് ചെയ്താലും അവിടെയുള്ള വർക്ക് എപ്പോഴും എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. വർക്ക് ഒരിക്കലും മാറില്ല. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ്. അപ്പോൾ ടൈം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഇൻറ്റു 8 എന്ന് പറയുന്നതാണ്. ഇവിടെ 8 ദിവസമാണ് ടൈം. ഇവിടെയാണെങ്കിൽ ഇൻറ്റു 10 ടൈം. ഇനി എഫിഷ്യൻസി പറയുന്നത് നമ്മൾ എന്തെടുക്കണം, 4 ആണുങ്ങളുടെ എഫിഷ്യൻസി എടുക്കണം, 6 പെണ്ണുങ്ങളുടെ എഫിഷ്യൻസി എടുക്കണം. അപ്പോൾ ഇവിടെ 4 മെൻ എന്ന് പറയുന്ന ഈ എം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ എഫിഷ്യൻസിയാണ്. അപ്പം 4 ഇൻറ്റു എത്ര എഫിഷ്യൻസി ആണോ അത്ര എഫിഷ്യൻസി വരും ആണുങ്ങളുടെ. കൂടാതെ 6 സ്ത്രീകളുടെ, 6 ഇൻറ്റു ഡബ്ല്യു എന്നത് സ്ത്രീകളുടെ എഫിഷ്യൻസിയാണ് ഇവിടെ. അപ്പോൾ 6 ഇൻറ്റു എത്രയാണോ അത്ര എഫിഷ്യൻസി വരും ഇൻറ്റു ടൈം. അപ്പം എന്തിട്ട് നമുക്ക് വർക്ക് കിട്ടും. അപ്പം ഇത് എഫിഷ്യൻസി, ഇത് ടോട്ടൽ എഫിഷ്യൻസിയാണ്. 4 ആണുങ്ങളുടെയും 6 പെണ്ണുങ്ങളുടെയും ടോട്ടൽ എഫിഷ്യൻസിയാണ് ഈ ഒരു കോളത്തിൽ വരുന്നത്. ഈ എമ്മും ഡബ്ല്യൂയും നമുക്ക് കണ്ടുപിടിക്കണം ആദ്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 2 ഇക്വേഷൻ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നത്. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഈ ഒരു ഇക്വേഷൻ നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ഈ 10 സ്ത്രീകളുടെ എഫിഷ്യൻസി കണ്ടുപിടിച്ചാൽ നമുക്ക് നമ്മളെ ആൻസർ ആയി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഈ ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യും. നമ്മൾ എമ്മും ഡബ്ല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ ഒന്നാമത്തെ ഇക്വേഷനിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, രണ്ടാമത്തെ ഇക്വേഷനിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. രണ്ടിലും അപ്ലൈ ചെയ്താൽ എന്ത് തന്നെയായിരിക്കും ഉത്തരം, സെയിം വർക്ക് തന്നെ നമുക്ക് ലഭിക്കുക. സോ നമ്മൾ 2 ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. ഇനി ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആ 8 ദിവസമാണ്, ആ ദിവസം ഇൻറ്റു ചെയ്യണം, ഇല്ലെങ്കിൽ ഉത്തരം ഫുള്ളായിട്ട് മാറിപ്പോവും. ചിലപ്പോൾ അത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. പലർക്കും അത് തെറ്റിക്കുന്ന സംഭവമാണ്. ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പം ആ എത്ര ദിവസമാണ് അതും കൂടി ഇൻറ്റു ചെയ്യണം. കണ്ടീഷൻ ചെയ്താൽ 4 men + 6 women ഇൻറ്റു 8. ഇത് എന്തായാലും ഇതാണ്, ഇല്ലെങ്കിൽ ഫുൾ ഉത്തരം മാറിപ്പോവും. ഇനി 3 men + 7 women ഇൻറ്റു 10. ഇത് നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും, 8 4 32 മെന്ന് + 48 വുമൺ ഈക്വൽ ടു 30 men + 70 വുമൺ. ഈ 30 മെൻ ഇങ്ങോട്ട് എടുത്താൽ എന്തായി, 32 30 പോയാൽ 2 മെന്നും, ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ 70 48 പോയാൽ എന്ത് വരും, 22 വുമണും. ഇനി ഈ വുമൺ നമ്മൾ ഇങ്ങോട്ട് എടുത്താൽ എന്തായി, M/W, മെൻ ബൈ വുമൺ. ഇവിടെ 2/12 22/2 വരും. 22/2 പറഞ്ഞാൽ എന്താണ്, 11ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്, ഇതിന്റെ അർത്ഥം തന്നെയാണ് M/W ഈക്വൽ ടു 11:1 അല്ലേ. M/W ഈക്വൽ ടു 11:1. അതായത് 11 മെന്നിന്റെ കഴിവ്, അതേസമയം വുമണിന്റെ കഴിവ് 1. എന്ന് വെച്ചാൽ ഒരു ദിവസം പുരുഷന്മാർ 11 ജോലി വരെ കംപ്ലീറ്റ് ചെയ്യും, സ്ത്രീകളാണെങ്കിൽ ഒരു ദിവസം ഒരു ജോലിയാണ് കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഇപ്പം നമുക്ക് കിട്ടിയ എമ്മിൻ്റെ വാല്യൂ, M ഈക്വൽ ടു 11, വുമണിൻ്റെ കഴിവായ 1. മെന്നിൻ്റെ കഴിവ് 11, വുമണിൻ്റെ കഴിവ് 1. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കണ്ടീഷനിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ എഴുതുക, 4 men + 6 women ഇൻറ്റു 8 ഈക്വൽ ടു എന്താണ്, ടോട്ടൽ വർക്കാണ്. ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 4 മെന്നിൻ്റെ കഴിവ് 11 + വുമണിൻ്റെ കഴിവ് 1 ഇൻറ്റു 8, 44 + 6 50 ഇൻറ്റു 8, 50 ഇൻറ്റു 8 എന്ത് വരും, 400. അപ്പം 400 നമ്മുടെ ടോട്ടൽ വർക്ക് വരുന്നത്. ടോട്ടൽ വർക്ക് അതിൽ 400 കിട്ടി. അതുപോലെ തന്നെ വുമണിൻ്റെ എഫിഷ്യൻസി നമുക്ക് കിട്ടി 1 കിട്ടി, മെന്നിൻ്റെ എഫിഷ്യൻസി 11 കിട്ടി. നമ്മുടെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണെന്ന് നോക്കുക. നമുക്ക് ചോദിച്ചത് 10 വുമണാണ് ഈ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം, ടോട്ടൽ വർക്ക് എത്രയാണ്, 400 / 10 വുമണിൻ്റെ എഫിഷ്യൻസി. എന്നാലും ടൈം കിട്ടുമോ, വർക്ക് ബൈ എഫിഷ്യൻസിയാണ് ടൈം. അപ്പോൾ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ വർക്ക് 400, 10 വുമണിൻ്റെ എഫിഷ്യൻസി എത്രയാണ്, ഒരു വുമണിൻ്റെ എഫിഷ്യൻസി 1. അപ്പോൾ 10 വുമണിന് 10, 40 ദിവസം എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇതുപോലുള്ള നമുക്ക് 2-3 എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. അപ്പം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വരും. 2 പുരുഷന്മാരും
2 പുരുഷന്മാരും 5 സ്ത്രീകളും 2 പുരുഷന്മാരും 5 സ്ത്രീകളും ചേർന്ന് ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്യും. ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്യും. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി 3 പുരുഷന്മാരും 4 സ്ത്രീകളും ചേർന്ന് ഒരു ജോലി 18 ദിവസം കൊണ്ട് ചെയ്യും. ഇത് ടോട്ടൽ വർക്കാണ്, ഡബിൾ ഒന്ന് എഴുതിയിടാം. രണ്ടാമത്തെ കണ്ടീഷൻ. എങ്കിൽ 5 പുരുഷന്മാരും 2 സ്ത്രീകളും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീരും? ഇവിടെ നമുക്ക് ഈ ടൈമാണ്, ഈ എടുക്കുന്ന ദിവസമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതും തന്നെയാണ്, വർക്ക് തന്നെയാണ്. കണ്ടുപിടിക്കേണ്ട ഈ ഒരു സാധനമാണ്. എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒന്നാമത്തെ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷനും രണ്ടാമത് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷനും തമ്മിൽ ഇക്വേറ്റ് ചെയ്യും. 2 പുരുഷന്മാരും 5 സ്ത്രീകളും 20 ദിവസം കൊണ്ട്, 3 പുരുഷന്മാരും 4 സ്ത്രീകളും 18 ദിവസം കൊണ്ട്. അപ്പോൾ 20 × 2 40. 40 പുരുഷന്മാർ, 20 × 5 100 W ഈക്വൽ ടു 18 × 3 54 M. 18 × 4 72 W. ഇതിപ്പോൾ നമ്മൾ ഇവിടെ 54 M ഉണ്ട്, ഇവിടെ 40 M ഉണ്ട്. അപ്പം ഈ വലുതുള്ള ഭാഗത്തേക്ക് എടുക്കുന്നത് കുറച്ചും കൂടി നല്ലത്. ഇപ്പം 40 ഇങ്ങോട്ട് കൊണ്ടുവരാം. അതേപോലെ ഇവിടെ 100 ഉണ്ട്, ഇവിടെ 72 ഉണ്ട്. ഇത് 100 ഉള്ള ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത് നല്ലത്. അപ്പം നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കുറക്കാൻ പറ്റും. ഇപ്പം 100, ഇത് 72 ഇങ്ങോട്ട് വന്നിട്ടുണ്ടായി, 100 - 72 അപ്പോൾ 28 W ഈക്വൽ ടു 54 40 പോയാൽ 14 M വരും. അപ്പം 28 വുമണ് ഈക്വൽ ടു 14 M വരും. മെന്ന് നമ്മൾ എന്താക്കും? ഈ വുമൺ ഇങ്ങോട്ടേക്ക് എടുത്താൽ എന്താ ചെയ്യും? മെൻ ബൈ വുമൺ എന്ത് കിട്ടും? ഇത് ഇങ്ങോട്ടേക്ക് എടുക്കും, ഈ 14 ഇങ്ങോട്ടേക്ക് എടുക്കും. 28/14 വരും. 28/14 പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 2 അല്ലേ? 14 × 2 അല്ലേ 28. സോ മെൻ ബൈ വുമൺ എന്ത് കിട്ടും നമുക്ക്? 2. വേണമെങ്കിൽ 2/1 എഴുതാം. 2/1 എഴുതാം. അപ്പം റേഷ്യോ പോലെയായി. അപ്പം മെൻ ബൈ വുമണിൻ്റെ റേഷ്യോ എന്ത് വരും? 2:1. അപ്പം മെന്നിൻ്റെ കഴിവ് 2ഉം വുമണിൻ്റെ കഴിവ് 1ഉം. അപ്പം മെന്നിൻ്റെ കഴിവ് 2 കിട്ടി, വുമണിൻ്റെ കഴിവ് 1 കിട്ടി. മെന്നിൻ്റെ കഴിവ് 2 കിട്ടി, വുമണിൻ്റെ കഴിവ് 1 കിട്ടി. ഇനി ഈ കിട്ടിയ മെന്നിൻ്റെ കഴിവ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫസ്റ്റത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ കണ്ടീഷനിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യണം. ഫസ്റ്റത്തെ കണ്ടീഷൻ എന്താ? 2 മെൻ പ്ലസ് 5 വുമൺ 20 ദിവസം. നമുക്ക് എന്നിട്ടും ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം എമ്മിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കണം. 2 × 2 പ്ലസ് 5 × വുമൻ്റെ സ്ഥാനത്ത് 1 അല്ലേ? 1 അല്ലേ കഴിവ്? × 20 എന്ത് വരും? 4 + 5 9 × 20 180 വരും. ടോട്ടൽ വർക്ക് എന്ത് കിട്ടും? 180. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എങ്കിൽ 5 പുരുഷന്മാരും 2 സ്ത്രീകളും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ചോദിച്ചത്. അപ്പം 5 പുരുഷന്മാരും 2 സ്ത്രീകളും ചേർന്ന് ചെയ്യുന്ന ആ ഒരു ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ടോട്ടൽ വർക്ക്. ടൈം എപ്പോൾ എന്താണ്? ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസിയാണ്. അപ്പം 180 ഇവിടുത്തെ ടോട്ടൽ വർക്ക്. ഇനി എഫിഷ്യൻസി എടുക്കുമ്പോൾ നമ്മൾ എന്തെടുക്കണം? 5 മെന്നിൻ്റെ എടുക്കണം, 2 വുമണിൻ്റെ, 2 കൂടി എടുക്കണം. 5 മെന്നിൻ്റെ എന്ത് വരും? 5 × 2 10. 2 വുമണിൻ്റെ ആണെങ്കിൽ 2 × 1 അല്ലേ? 2. അപ്പോൾ ടോട്ടൽ 10 + 2 12 വരും. എഫിഷ്യൻസി എത്ര വരും? 12 വരും. അപ്പം 180/12 വരും. 180/12. 180നെ 12 ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? ഒന്നിക്ക് ഡയറക്റ്റ് വരുമ്പോൾ ഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ 6 എടുക്കാം. 6 ഇങ്ങോട്ട് വെച്ചാൽ 6 2 ഇവിടെ 3 അപ്പം 30/2 30/2 15. ഇത്രയും 5 പുരുഷന്മാർ 2 സ്ത്രീകളും കൂടിയിട്ട് 15 ദിവസം കൊണ്ടായിരിക്കും ഈ ഒരു ജോലി ചെയ്തു തീർക്കുക. 15 ദിവസം. ഓക്കെ. അപ്പം ആൻഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുറച്ച് ലോങ് ആയിട്ട് ചെയ്യാനുണ്ട്. പക്ഷെ എന്നാലും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് 1 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. 4 പുരുഷന്മാരും 6 സ്ത്രീകളും ചേർന്ന് ഒരു ജോലി 8 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഇനി 3 പുരുഷന്മാരും 7 സ്ത്രീകളും ചേർന്ന് അതേ ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും.
എങ്കിൽ 20 സ്ത്രീകൾ ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നാണ് അറിയേണ്ടത്. 20 എത്ര ദിവസമാണ് നമുക്കറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒന്നാമത്തെ കണ്ടീഷനും രണ്ടാമത്തെ കണ്ടീഷനും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. 4 men + 6 women ഇൻറ്റു 8, 3 men + 7 women ഇൻറ്റു 10. 8 4 32 + 48 വുമൺ 30 + 70 വരും. ഈ 30 നമുക്ക് ഇങ്ങോട്ട് എടുത്താൽ തരും 2 men വരും. 70 ഇങ്ങോട്ടേക്ക് എടുത്താൽ എന്ത് വരും? 22 വുമൺ വരും. നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ സിമിലർ തന്നെ വരിക. M/W എടുത്താൽ എന്ത് വരും? 2/12 22/2 എന്ത് വരും? 11/1 വരും. അതായത് 11:1 അല്ലേ? അതായത് മെന്നിൻ്റെയും വുമണിൻ്റെയും റേഷ്യോ എന്ത് വരും? 11:1 വരും. 11:1 വരും. ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ മാത്രമാണ് വ്യത്യാസം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 20 വുമൺ ഇതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നത് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ വർക്ക് നമ്മൾ ഏതെങ്കിലും ഇക്വേഷനിൽ, ഫസ്റ്റത്തെ ഇക്വേഷനിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിലോ ഇട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ എന്ത് വരും? 4 ഇൻറ്റു മെന്നിൻ്റെ എഫിഷ്യൻസി 11 അല്ലേ, പ്ലസ് 6 ഇൻറ്റു ലേഡീസിൻ്റെ എഫിഷ്യൻസി 1, 6 ഇൻറ്റു 1 ഓൾ ഇൻറ്റു 8. അപ്പം 4 ഇൻറ്റു 11 44, 44 + 6 ഇൻറ്റു 8, 50 ഇൻറ്റു 8 എന്ത് വരും? 400. ടോട്ടൽ വർക്ക് എന്ത് വരും? 400 വരും. ഇനി 400 ടോട്ടൽ സമയം കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ വർക്ക് 400 / 20 സ്ത്രീകളുടെ എഫിഷ്യൻസി. 20 ഒരു സ്ത്രീക്ക് ഒരു എഫിഷ്യൻസി ആണെങ്കിൽ 20 സ്ത്രീക്ക് എന്തായിരിക്കും? 20 ആയിരിക്കും അല്ലേ? അപ്പം 400/20 കട്ട് ചെയ്താൽ 40/2 = 20 ദിവസമാണെന്ന് കിട്ടും. 20 ദിവസം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊരു ഡിഗ്രി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. 5 men and 8 women. 5 മെന്നും അതുപോലെ തന്നെ 8 വുമണും ക്യാൻ ഫിനിഷ് എ ജോബ് ഇൻ 10 days. 10 ദിവസത്തിനുള്ളിൽ ഒരു ജോലി പൂർത്തിയാക്കാൻ സാധിക്കും. ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ, വൈൽ 3 men and 7 women can finish it in 12 days. 12 ദിവസം കൊണ്ട് 3 മെന്നിനും 7 വുമണിനും കൂടി അതേ ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കും. ഇൻ ഹൗ മെനി ഡേയ്സ് 11 men can finish സെയിം ജോബ് അല്ലേ? അപ്പോൾ നമുക്ക് ഇത്ര ദിവസം കൊണ്ട് 11 ആണുങ്ങൾ ആ ജോലി ഫിനിഷ് ചെയ്യും എന്നുള്ള നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും തമ്മിൽ ആദ്യം ഇക്വേറ്റ് ചെയ്യും. 5 men 8 women ഇൻറ്റു 10 = 3 men 7 women ഇൻറ്റു 12 എന്ത് വരും? 10 ഇൻറ്റു 5 50 മെന്ന് 80 വുമണ് = 12 ഇൻറ്റു 3 36 മെന്നും 12 ഇൻറ്റു 7 എന്ത് വരും? 84 വുമൺ. ഇനി ഈ 50 മെന്നും 36, അപ്പോൾ 36 നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ 14 M = 84 ഉണ്ട്, ഇവിടെ 80 ഉണ്ട്. 84 80 പോയി 4 വുമൺ. സോ എന്ത് വരും? മെൻ ബൈ വുമൺ = 4/14 വരും. വേണമെങ്കിൽ 2 കൊണ്ട് 2 ഇവിടെ വെട്ടിയാൽ എന്ത് വരും? 2/7 വരും. 2/7 വരും. സോ മെൻ ഈസ്റ്റു വുമൺ എന്ത് വരും? 2:7. 2:7. അപ്പം മെന്നിൻ്റെ എഫിഷ്യൻസി 2ഉം വുമണിൻ്റെ എഫിഷ്യൻസി 7ഉം. മെന്നിൻ്റെ എഫിഷ്യൻസി 2ഉം വുമണിൻ്റെ എഫിഷ്യൻസി 7ഉമാണെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം ഇതിൽ കൊടുക്കാം. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കാം. എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തിട്ടുള്ളത്. ഈ പ്രാവശ്യം രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കാം. 3 ഇൻറ്റു M 2 പ്ലസ് 7 ഇൻറ്റു 7 ഇൻറ്റു 12 എന്ത് വരും? 3 2 6 6 പ്ലസ് 7 49. 49 ഇൻറ്റു 12. അപ്പം 49 6 55 അല്ലേ? 55 ഇൻറ്റു 12.
55 12 എന്ത് വരും 660. അപ്പോൾ ടോട്ടൽ വർക്ക് കിട്ടി 660. ടോട്ടൽ വർക്ക് 660 കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എന്ത് വേണം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 11 ആണുങ്ങൾ ഈ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാം, 11 മെന്നിന് ഈ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് വേണം? സമയം ചോദിച്ചിട്ടുള്ളത്. അപ്പം ടോട്ടൽ വർക്ക് 660, ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി. അപ്പോൾ ആരാണ് എഫിഷ്യൻസിയാണ് അവർ. ഇപ്പം മെന്നിൻ്റെ എഫിഷ്യൻസി 11 M ആണ്. അപ്പോൾ 11 × 2, ഒരു മെന്നിൻ്റെ എഫിഷ്യൻസി 2 ആണ്. അപ്പോൾ 11 ആളുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 22 ആയിരിക്കും. അപ്പോൾ 660/22, 22ഉം 66ഉം 3 വെട്ടും അല്ലേ? അപ്പോൾ 30 ദിവസം കൊണ്ട് എന്താകും? 11 ആണുങ്ങൾക്ക് ഈ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. വർക്ക് ആൻഡ് ടൈമിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻഡ് കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്ക പരീക്ഷയിലും ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ടൈപ്പാണത്. അപ്പോൾ കൂടുതൽ മറ്റ് ഗൈഡിലൊക്കെയുള്ള കുറേ എക്സാമ്പിൾസ് ഇനിയും കുറച്ച് ചെയ്ത് നോക്കുക. അപ്പം കുറച്ചും കൂടി തറവായിട്ടത് ക്ലീൻ ആയിട്ട് വരും, സ്പീഡിൽ ചെയ്യാനും സാധിക്കും. ഓക്കെ. ഇതിൻ്റെ ഒരു 2 ടൈപ്പ് കൂടി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമ്മൾ വരും ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ.